സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ആള് ജോണി. ഷിജു. ഓൾ ദി ബെസ്റ്റ്. പോവാം. ഞാൻ ഒരു കാര്യം പറയട്ടെ സജുവിനോട്. സജുവിനെ ഡ്രസ്സിൽ കാണാനേ സെക്സി ഉണ്ട്. കൊച്ചിനെ നോക്കിയേ. ഈ വീട്ടില് കാലങ്ങളായിട്ടുള്ള ഒരാളെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അത് ശരിയാ, നമ്മുടെ ശിശുക്കുട്ടനെ പറ്റിയ മോള് അല്ലേ? എന്താണ്? ഒരു ധ്യാനത്തിലാണ്, ഉണർത്തരുത്. ഒന്ന് പോടപ്പാടുന്നു ഓരോ കാര്യങ്ങളായിട്ട് ഇറങ്ങിയത്. ഷിജു, എന്താണ് അളിയ, എന്താണ് വേണ്ടത്? ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ട് തരാം. എന്ത്? ഒരു അഡ്വൈസ്. അതെ, അഡ്വൈസ് ഫ്രീ, മറ്റാർക്കും ഞാൻ കൊടുക്കാത്ത അഡ്വൈസ്. ഇന്ന് നിന്റെ ദാമ്പത്യ ജീവിതത്തിന് അടിത്തറയുന്ന ദിവസമാണല്ലോ, അതുകൊണ്ട് ചോദിക്കാ, വല്ലതും അറിയാമോന്ന്? എന്തറിയാമോ? ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. ഒരേ ഷിജു, ചില പഴയ സിനിമകളിൽ കാണുന്ന പോലെ കഥയും കുറ്റിയിട്ടിരുന്നത് നീയും ഭാര്യയും മൂത്തറും നോക്കിയിരുന്ന ആവില്ല. അനുഭവത്തിന്റെ വിളിച്ചതി പറയാ, നീയും നിന്റെ ഭാര്യയും കുറച്ച് ചോറ, അതുകൊണ്ട് കാര്യപരിപാടികളൊക്കെ കുറച്ച് പെട്ടപ്പെട്ടായിക്കോട്ടെ. ഒന്ന് പോയാലേ ഓരോ വൃത്തികേട് പറഞ്ഞു. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ഒരു കുട്ടി ഉണ്ടാകുന്നത് നല്ല കാര്യം, അതല്ല കുട്ടി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെ വൃത്തികേടാകും. സദാചാരം, സദാചാരം. ഷിജു, നിന്റെ അളിയനെ വിളിക്കണ എവിടാ? ഗുരുഭക്തിയുടെ കാര്യത്തിൽ എന്താട്ടാ അവിടെ എന്താ പരിപാടി? അവിടെ വരും വെറുതെ വെള്ളോടിയും അങ്ങനെ. കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ മോൻ്റെ അടുത്ത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? വല്ല പേയ്മെന്റും ബാക്കിയുണ്ടോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ഇതിപ്പോ ഈ ആദ്യത്തേത് ഇവിടം വരെ ഒന്നും എത്തിയില്ലല്ലോ. എവിടെ വരെ? വീട് വരെ. അതവിടെ നിന്ന് അങ്ങോട്ട് പോയില്ലേ? ഇതിപ്പോ സജിത നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കൊരു കുറവുണ്ടായത് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോ അതുകൊണ്ട് ചോദിക്കുക, എനിക്ക് ഈ ശാരീരികമായിട്ടുള്ള അതിനെ കുറിച്ചൊക്കെ വല്ല അറിവുണ്ട്? നിങ്ങൾക്ക് എന്തിന്റെ കാലാണിത്? ഇതൊന്നും അത്ര എളുപ്പമല്ലട്ടാ. ഷിജു, you can do it. ഇന്നു നിന്റെ ദിനമാണ്. ഷിജു, നീ ഹൃദയത്തുടിപ്പുകൾ കേൾക്കുന്നില്ലേ? ഷിജു, കേൾക്കുന്നില്ലേ? നിന്റെ ഉള്ളിലെ കാമുകനെ നീ കാണുന്നില്ലേ? കാണുന്നില്ലേ ഷിജു? നിന്റെ ശരീരം ഒരു അഗ്നിപർവ്വതമാണ്. പ്രണയം പൊട്ടിത്തെറിക്കാൻ പൂക്കഞ്ഞു നിൽക്കുന്ന അഗ്നിപർവ്വതം. അതാ പുകയുന്നു, ശരീരം തിളച്ചു മറിയുന്നു. ഉയരട്ടെ, ഉണരട്ടെ, പറക്കട്ടെ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കട്ടെ. ഇതെന്താ ഇത്? നാമം ജപിക്കുന്നോ? വന്നാ? നാമം ജപിച്ചൊന്നല്ല. ഞാനേ ഈ നമ്മുടെ കല്യാണത്തിന്റെയും എന്റെ ആദ്യത്തെ കല്യാണത്തിന്റെ ചെലവൊക്കെ തമ്മിൽ ആലോചിക്കായിരുന്നു. ആൾക്കാർക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ മാരേജ് അങ്ങോട്ട് തീർത്താ പോരെ അല്ലേ? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോ ദുഷ്ചെലവ്? അത് ശരിയാ. ഈ സിംപ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ആദ്യ കല്യാണത്തിന്
വെളുപ്പിന് 4 മണിക്ക് എങ്ങാണ്ടാ ഞാൻ എഴുന്നേറ്റ്. അതൊന്നും പോരാഞ്ഞിട്ട് സാരി കൊടുത്ത് മേക്കപ്പ് ഇട്ട് ആ ചൂടത്ത് ചിരിച്ച് പണ്ടാരം തുടങ്ങി. എങ്ങനെയും ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചാൽ മതി എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് നൈറ്റിന് പാലും പിന്നെ പട്ടുസാരിയായിട്ട് ഞാൻ കയറിപ്പോണ്ടി വന്നേ. ഈ പട്ടുസാരി അയക്കണ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്ത്. നമ്മുടെ ഈ സിജോളിയനും സുഭാഷ് ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് കേട്ടോ. മനസ്സിലായില്ലേ? അല്ല, എന്ത് എക്സ്പീരിയൻസാ? ഫാമിലി പ്ലാനിങ് എക്സ്പീരിയൻസ് ഒക്കെ. അപ്പൊ അവരിങ്ങനെ പറയായിരുന്നു, എന്നെ ഒന്ന് ഉപദേശിച്ചതാണ്. അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേഗം നോക്കിയില്ലെങ്കിൽ ജീവിതം ആകെ കോഞ്ഞാട്ടേ പോവും, ആകെ തവിടുകൂടിയായി പോവും എന്നൊക്കെയാണ് പറയണത്. സജുവിന് എന്താണ് ഇതിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം? എന്താ? അതിപ്പോ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ലീലാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ. എൻ്റെ ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടതൊക്കെ ഓരോ ജീവിയുടെയും കടമയാണെന്നൊക്കെ. ലീലാമ്മ ടീച്ചർക്ക് വിവരമുണ്ട്. അതാണ് കടമകളപ്പോ നിറവേറ്റപ്പെടണ്ടല്ലേ? അല്ല, അത് നിറവേറ്റണം. അതിങ്ങനെ വെച്ചിരുന്ന് സമയങ്ങളെന്ന് ശരിയാണ്. അല്ല, എന്നാ പിന്നെ നോക്കല്ലേ? ലൈറ്റ് ഓഫ് ചെയ്യാല്ലേ? മാരേജ് പ്രാങ്ക് പാർട്ട് 2. ഷീജോളിന്റെ ആദ്യത്തെ കെട്ടനൊരു പ്രാങ്ക് അല്ലായിരുന്നടാ. അലമ്പോ എന്തുട്ടാ അവന് ഭാവിയിലേക്ക് ഓർത്തു നോക്കിയാ എന്തെങ്കിലൊക്കെ വേണ്ടടാ. ഇത് പൊട്ടൂല്ലോ അല്ലേ? കത്തിക്കട്ടെ, കഴിഞ്ഞ വിഷുവിന് വാങ്ങിയതാണ്. പൊട്ടോന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അയ്യോ തീ, അയ്യോ അയ്യോ അയ്യോ, പൊട്ടോ 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 പൊട്ടോ. ചീറ്റി. എന്താ പെരുന്തേ നീ പറക്കാത്ത? പറക്കണില്ലല്ലോ, ആരോട് പറയാം? ഇവിടെ ഇരിക്കാനാണോ വന്നേ? പറ, എന്താ നിന്റെയൊക്കെ പ്രശ്നം? സാറേ, എൻ്റെ പേര് ഐശ്വര്യൻ എന്നാണ്. ഞാനിവിടെ ഈ പരിസരത്തൊക്കെ പെയിന്റ് പണിക്ക് പോണതാ. ഇവന്മാരൻ്റെ സൈഡിൽ കുറച്ചാൾ മുന്നേ 2 ദിവസം പണിക്ക് വന്നായിരുന്നേ. പക്ഷെ ഇതിലൊരാളുടെ പേര് ഭീമൻ എന്നാ സാറേ. അതാ നിന്റെ പ്രശ്നം? അതല്ല എൻ്റെ പ്രശ്നം. ഈ ഭീമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് 5000 കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. കടം മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. പക്ഷെ ഇപ്പം എനിക്ക് ഇതിൽ ഭീമനാരാണെന്ന് മനസ്സിലാവണില്ല സാറേ. ഇതൊരു വല്ലാത്ത കേസായി പോരടാ. പറയടാ, നിങ്ങളാരും ഭീമൻ? സാർ ഞാനല്ല സാറേ, ഇവനാണ് ഭീമൻ. എന്റെ പേരാണ് സോമൻ. സത്യമായിട്ട് ഞാനല്ല സാറേ, ശരിക്കും ഞാനാണ് സോമൻ. ആളോടി കറങ്ങിക്കണം നിങ്ങള്? കള്ളന്മാരെ സാറേ രണ്ടുപേരെ ഐഡി എടുത്തേ. എടുക്കണ പെട്ടെന്ന്. ഇതെന്തോന്നട്, ഇതില് 2 സോമൻ എന്നല്ല സാറേ. അത് ശരിക്കും എന്റെ ആധാർ കാർഡാണ്. ഇവനത് കോപ്പി എടുത്ത് നടക്കണേ സാറേ. എന്റെ ഒറിജിനലാണ് സാറേ, ഇവനാണ് കോപ്പി കൊണ്ട് നടക്കണേ. ഞാൻ പറഞ്ഞില്ലേ സാറേ കള്ളന്മാരാണെന്ന്. സാർ, അയാൾ എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചിലാണല്ലോ, മറ്റേ കൊടിമരം കേസ്. സാറൊന്ന് ഇടപെടണം. ഇരിക്കണോ? താങ്ക് യു സാർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പരിഹാരം കേട്ടോ. സാർ ഇപ്പൊ തന്നെ വരില്ലേ? എനിക്കൊരു പണി ഉണ്ടായിരുന്നു. നിനക്ക് കിട്ടിയ പണിയൊന്നും പോറാ. എന്താ ചേട്ടാ കേസ്? സാറേ അങ്ങേര് പാവാ സാറേ. സാറേ എന്റെ ഭർത്താവാ സാറേ. സാറേ ഇതൊന്നും അറിഞ്ഞോണ്ട് ചെയ്യുന്നല്ല സാറേ. വയസ്സങ്ങാത്ത അപ്പൂപ്പിന്റെ ഒരു കൊടിമരം കാണിക്കല് നാണല്ലിടോ അമ്മാവ തനിക്ക്? അല്ല സാറേ, എന്താ ഇപ്പൊ ചെയ്യാ? ഇയാൾക്കെന്തോ അസുഖന്നാ ഈ സ്ത്രീ പറയുന്നത്. ബെസ്റ്റ്, അവന്റെ ഒരു അസുഖം സൂക്ഷിച്ചു നിന്ന് പിടിച്ചേ, അല്ലെങ്കിൽ വേറെ വല്ലതും കണ്ടുവരും. അല്ല സാറേ, ശരിക്കും പുള്ളിക്ക് അസുഖമുള്ളതാ. ഡോക്ടറെ കാണിച്ചതാ. അന്നാ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാ. ആ പെമ്പിള്ളേര് 2 കൽപ്പിച്ചാ ഇയാൾ തൂങ്ങും. അറിഞ്ഞോണ്ടല്ല സാറേ. ഒരു വക്കീലിനും കൂട്ടി വാ. അയ്യോ ശരി കൃഷ്ണട്ടാ, സർട്ടിഫിക്കറ്റ് വരട്ടെ, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരോ അസുഖങ്ങള്. നീ ഇന്നലെ പോയതല്ലോ ഗോപ? ആ ബസ് സ്റ്റാൻഡിലോട് ചെറിയൊരു മാല ഭക്ഷണം അത്ര ഉള്ളോ? ചെറിയ ലോക്കൽ സ്ഥലമുണ്ട്. ആയിക്കോട്ടെ, താങ്ക് യു.